ഗോവയിലെ പനാജിയിലായിരുന്നു 30 വയസ്സുള്ള കാമാക്ഷി എന്ന് പറയുന്ന സ്ത്രീ ഒരു ബൊട്ടീക്ക് നടത്തിയിരുന്നത്. സാധാരണഗതിയിൽ അവരുടെ ഷോപ്പ് രാവിലെ 10 മണിക്കാണ് തുറക്കാറ്. എന്നാൽ ഓഗസ്റ്റ് 29, 2023 അവരുടെ ഷോപ്പ് രാവിലെ തുറന്നില്ല. കസ്റ്റമേഴ്സും മറ്റൊക്കെ വന്നിട്ട് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. വന്നവരും വിചാരിച്ചു എന്താണാവോ ഇന്ന് കട ക്ലോസ് എന്നുള്ളത്. അങ്ങനെ തൻ്റെ സഹോദരിയുടെ കട ക്ലോസ്ഡ് ആണ് എന്നുള്ളൊരു വിവരം ഈ കാമാക്ഷിയുടെ ബ്രദർ അറിയുകയാണ്. എന്താണ് ഇന്ന് കട അടച്ചിട്ടിരിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്ററിനെ വിളിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആളിതുപോലെ തന്നെ സിസ്റ്ററുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ടും റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഡോറിൽ തട്ടുകയാണ്. ഡോറിൽ തട്ടിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഡോറ് അടച്ചിട്ടില്ല, ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഡോറ് തുറന്നു വരികയായിരുന്നു. അങ്ങനെ ആൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് ഉള്ളിൽ കയറിക്കൊണ്ട് സഹോദരിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഉറക്കെ ഇങ്ങനെ വിളിച്ചും കയറി നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ സഹോദരി എവിടെ ഉണ്ടെന്നുള്ളത് ആൾ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾ ബെഡ്റൂമിലോട്ട് എത്തിയപ്പോഴാണ് ഒരു പ്രത്യേകതര സ്മെല്ല് വരുന്നത്. കൂടാത്തതിന് ബെഡ്റൂമിൽ ബ്ലഡ് സ്ട്രെയിൻസും ഉണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ച ആൾ ഉടനെ തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തോട്ട് ഓടുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കാമാക്ഷിക്ക് അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? ഈ ഒരു കേസ് എങ്ങനെയാണ് പോലീസുകാർ അന്വേഷിച്ചത്? ഗോവയെ തന്നെ നടുക്കിയ ഈ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. കംപ്ലൈൻറ്റ് കിട്ടിയ പോലീസുകാർ കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അവർ നേരെ കാമാക്ഷിയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തി. അവിടെ മുഴുവൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഈ ബ്ലഡ് സ്ട്രെയിൻസും അതുപോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് തന്നെ കാണുകയാണ്. അതിനുശേഷം കാമാക്ഷിയുടെ ഫോണിലോട്ട് ട്രൈ ചെയ്തപ്പോൾ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ മഹാരാഷ്ട്രയിൽ അവരുണ്ടായിരുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാവുകയാണ്. അവിടെ അമ്പോലി എന്ന് പറയുന്ന ഒരു കാട് ഏരിയയിലായിരുന്നു ആ ഒരു സിഗ്നൽ ഉണ്ടായത്. അപ്പോൾ പിന്നീട് ബാക്കിയുള്ള കോൾ ഡീറ്റെയിൽസും മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ഒരുപാടധികം കോളുകൾ വന്നതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അത് ആരുടെ നമ്പറാണെന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രകാശ് എന്ന് പറയുന്ന ഒരു കാർ മെക്കാനിക്കിൻ്റെ നമ്പറാണതെന്ന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ എന്താണ് പ്രകാശും അതുപോലെ തന്നെ കാമാക്ഷിയും തമ്മിലുള്ള ബന്ധം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ഈ ഒരു പ്രകാശിനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ ആള് പറയുന്നതിൽ ഒരു വലിയൊരു ക്ലാരിറ്റി പോലീസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൾ എന്തൊക്കെയോ മറക്കുന്നത് പോലെ അവിടെ ഇവിടെയും തൊടാണ്ട് പറയുന്നത് പോലെയൊക്കെയുള്ള ഒരു ഫീലായിരുന്നു പോലീസിന് ഉണ്ടായത്. പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ ഇയാളുടെ മേൽ വേറെയും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ അവസാനം ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. കാമാക്ഷി തൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നെന്നും കാമാക്ഷിയെ കൊലപ്പെടുത്തിയത് താനാണ് എന്നുള്ളൊരു കാര്യവുമായിരുന്നു അയാൾ പറഞ്ഞത്. അതിനുശേഷം എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയാൻ തുടങ്ങി. ഇവരുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് പ്രകാശും കാമാക്ഷിയും റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാമാക്ഷി ഒരു ദിവസം ഇങ്ങനെ ഡ്രൈവിന് പോകുന്നതിൻ്റെ ഇടയിൽ അവരുടെ കാറ് കംപ്ലൈൻ്റ് ആവുകയാണ്. അതിനുശേഷം തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി. ആ ഒരു വർക്ക്ഷോപ്പിലായിരുന്നു ഈ ഒരു പ്രകാശ് ഉണ്ടായിരുന്നത്. 22 വയസ്സാണ് ആളുടെ പ്രായം കേട്ടോ. അപ്പോൾ ഈ ഒരു കാമാക്ഷിക്കാണെന്നുണ്ടെങ്കിൽ 30 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഇതേപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കാർ റെഡി ആയതിനു ശേഷം ഇയാൾ ഇതുപോലെ തന്നെ ഈ കാമാക്ഷിയോട് വിളിച്ച് കാർ റെഡിയായ കാര്യം പറയുകയാണ്. അപ്പോൾ അവർ വന്നിങ്ങനെ കാറൊക്കെ പിക്ക് ചെയ്ത് പോയി. എന്നാൽ അതിന് ശേഷവും ഈ ഒരു പ്രകാശിന് ഒരു താല്പര്യം, കാമാക്ഷിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുള്ള ഒരു ഇതിനുള്ളൊരു താല്പര്യം, അതായത് ആ ഒരു സ്ത്രീയുടെ അടുത്തൊരു താല്പര്യം തോന്നുകയാണ്. അയാൾ വീണ്ടും പതിയെ കാമാക്ഷിയെ വിളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വിളിച്ചു, ഇവർ സംസാരിച്ചു. പതിയെ അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. അവസാനം അതൊരു പ്രണയമായിട്ട് മാറുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. ഇവർ റിലേഷൻഷിപ്പിലായതിനു ശേഷം ഒരുമിച്ച് താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ കാമാക്ഷിയുടെ പേരൻസ് ഗോവയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നാലും ഇയാളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് കാമാക്ഷി ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ പ്രകാശിനെ വെച്ച് നോക്കുമ്പോൾ കാമാക്ഷിക്ക് ഏജ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശിനെ പലരുടെ അടുത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് കാമാക്ഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിലൊക്കെ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് സീക്രട്ടൊക്കെ ആയിട്ടായിരുന്നു ഈ ഒരു കാമാക്ഷി കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിലും ഇവർക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. ഈ ഒരു പ്രകാശിന് ഈ കാമാക്ഷിയെ സംശയം തോന്നുകയാണ്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ അടി ഉണ്ടാവുകയാണ്. ഇത് കാമാക്ഷിയെ മെൻ്റലി വല്ലാത്ത രീതിയിൽ ബാധിക്കുകയാണ്. ഈ ഒരു പ്രകാശിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും മാറിപ്പോകണം, ഇയാൾ ഒഴിവാക്കണം, ഇനി എനിക്ക് ഒരു റിലേഷൻ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഈ ഒരു കാമാക്ഷി മാറുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ പ്രകാശ് കൂടുതലായിട്ട് കാമാക്ഷിയെ പിടിച്ചു വെക്കാനായിരുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രകാശിൻ്റെ മേലൊരു കേസ് വരികയാണ്. ഒരു കളവ് കേസായിരുന്നു. ഗോവയിൽ വന്ന ടൂറിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തോ മോഷ്ടിച്ചു എന്നുള്ളൊരു കേസായിരുന്നു അത്.
അങ്ങനെ ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങനെ കാമാക്ഷി അറിയുകയാണ്. അതിനുശേഷം അയാളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ പ്രകാശിൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് വേറൊരു കാര്യമായിരുന്നു. എങ്ങനെയെങ്കിലും കാമാക്ഷിയെ കൺവിൻസ് ചെയ്യണം, അതിനുശേഷം കാമാക്ഷിയെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. കാമാക്ഷി കാണാൻ നല്ല ലുക്കുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാടധികം പൈസ ഉണ്ടായിരുന്നു. അതായത് റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കാമാക്ഷിക്ക്. പിന്നെ പോരാത്തതിന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വരുമാനം വരുന്നുണ്ടായിരുന്നു. നല്ലൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇയാളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ആൾ വരുന്നത്. അതുപോലെ തന്നെ ആൾ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കാമാക്ഷിയെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സെറ്റാവും. പിന്നെ വലിയ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സൗണ്ട് ആൻഡ് സെക്യൂർ ആയിട്ട് ലൈഫ് പൊക്കോളും എന്നുള്ളൊരു ചിന്ത കൂടെ ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഈ മോഷണ കേസിന് ശേഷം കാമാക്ഷി ഇനി കാണണ്ട, സംസാരിക്കണ്ട എന്ന് തീർത്ത് പറയുകയാണ്. ഇതോടുകൂടി ആ ഒരു റിലേഷൻഷിപ്പ് നിർത്താമെന്നുള്ളത് കൂടെ പറയുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രകാശിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ആൾ തീർത്ത് പറയുകയാണ്. അതിനുശേഷം ഈ കാമാക്ഷിയെ വല്ലാത്ത രീതിയിൽ അയാൾ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങി. ഇവരുടെ ബോട്ടിക്കിലൊക്കെ വന്നിങ്ങായിട്ട് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അവസാനം ഈ ഒരു പ്രകാശിനെ പേടിച്ചിട്ട് അവർ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു ഷോപ്പ് തന്നെ ക്ലോസ് ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അവർ മറ്റൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തത്. അങ്ങനെ ആകപ്പാടെ കാമാക്ഷി ഇങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന ടൈമിൽ ഒരു ലോങ് ഡ്രൈവ് പോകാമെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ കാമാക്ഷി ലോങ് ഡ്രൈവ് പോകുന്ന വിവരം ഇയാൾ അറിയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പ്രകാശ് തൻ്റെ ഗാരേജിൽ നിന്ന് നേരെ ഈ ഒരു കാമാക്ഷിയുടെ പിന്നാലെ പോവുകയാണ്. അതിനുശേഷം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് കയറ്റി ഇതേപോലെ തന്നെ ഇവരുമായിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സംസാരം പിന്നെയും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ വെച്ച് കയറ്റി വല്ലാത്ത രീതിയിൽ വഷളാവുകയാണ്. ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകൾ ഇതേപോലെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. അവസാനം പോലീസുകാർ ഇവർ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പറഞ്ഞു. പരസ്പരം ഇനി കാണില്ല, സംസാരിക്കില്ല എന്നുള്ളതൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഈ കാമാക്ഷിക്ക് പ്രകാശ് പുറത്തിറങ്ങുന്ന ഒരു സമയത്ത് അവിടെ നിന്ന് പുറത്തു പോകാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയി വിട്ടുതരാമെന്ന്. എന്നാൽ അവർ പറഞ്ഞു വേണ്ട, എൻ്റെ കൂട്ടുകാരി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കൂട്ടുകാരി വന്നതിന് ശേഷമാണ് ഈ ഒരു കാമാക്ഷി ആ കൂട്ടുകാരിയുടെ ഒപ്പം പോലീസുകാർ വിട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രകാശിനെ നല്ല രീതിയിൽ എന്താ പറയുക, പറയേണ്ട പോലൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. അതായത് ഇനിയിപ്പോൾ ശല്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരറിയുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു ആൾ പെരുമാറിയത്. കാരണം ഈ ഒരു ഇഷ്യൂ ഒന്നും കഴിഞ്ഞിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ. അപ്പോൾ അന്നത്തെ ദിവസം ഇയാൾ വന്നിങ്ങായിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് തട്ടുകയാണ്, അതുപോലെ തന്നെ ബെല്ലടിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാടധികം ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ആകപ്പാടെ ഈ വീടിനകത്തുള്ള ഈ കാമാക്ഷി ഇറിറ്റേറ്റഡ് ആവുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും താൻ ഡോറ് തുറക്കില്ല എന്നുള്ളൊരു കാര്യം അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. എന്നാൽ പ്രകാശ് പറഞ്ഞത് ഈ ഒരു തവണ ഇനി എനിക്ക് സംസാരിക്കേണ്ട, ലാസ്റ്റ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം, ഇനി നിൻ്റെ ലൈഫിൻ്റെ ഇടയിൽ ഞാൻ വരില്ല, ഇനി നിനക്ക് എന്നെ കാണേണ്ടി വരില്ല, അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോന്നറിയില്ല അവരെ കൺവിൻസ് ചെയ്യുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പുറത്തു നിന്ന് ഇങ്ങനെയുള്ള ഒച്ചയും ബഹളവും ആളുകൾ ഇനി കണ്ട് വേറെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണാവോ എന്തായാലും അവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് തുറക്കുകയായിരുന്നു. തുറന്നപ്പോൾ തന്നെ പ്രകാശ് വീടിൻ്റെ അകത്തോട്ട് കയറി. വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. സംസാരം വീണ്ടും വഷളായി. ഇവർ തമ്മിൽ അടിയാവുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. പ്രകാശ് എത്രയൊക്കെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും കാമാക്ഷി തൻ്റെ വരുതിയിൽ വരുന്നില്ല എന്നും മനസ്സിലാക്കി അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാമാക്ഷിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കഴുത്തിൽ, കയ്യിൽ, മാറത്ത്, അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാടധികം തവണ ഈ ഒരു സ്ത്രീയെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. ആ ഒരു സ്പോട്ടിൽ നിലത്ത് വീണിട്ട് കാമാക്ഷി മരിക്കുകയും ചെയ്തു. പിന്നീട് ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാമാക്ഷിയുടെ ബോഡി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കുകയാണ്. അതിനുശേഷം കാമാക്ഷിയുടെ കാറ് തന്നെ എടുത്തു. എന്നിട്ട് ഇത് ഒറ്റയ്ക്ക് ഡംപ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, ഒരാളുടെ കൂടെ ഹെൽപ്പ് വേണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആളുടെ ഫ്രണ്ടിനെ വിളിക്കുകയും ചെയ്തു. നിരുപതി എന്നായിരുന്നു ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള അംബോലി കാട് ഏരിയയിൽ കൊണ്ടിങ്ങനെ ബോഡി ഡംപ് ചെയ്യാനായിരുന്നു പ്രകാശ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് നേരെ കാർ ഓടിച്ച് മഹാരാഷ്ട്രക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ 1-2 ടോൾ ഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും യാതൊരു സീനും ഉണ്ടായിരുന്നില്ല. നേരെ അംബോലിയിലെത്തി. അതിനുശേഷം ഇവർ ബോഡി ഡംപ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവർ തിരിച്ച് ഗോവയ്ക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ മുഴുവൻ ഇതുപോലെ തന്നെ ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ പോയിട്ട് ഇരുനരുപതി എന്ന് പറയുന്ന ആളുടെ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തു. അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരാളെ കൊന്ന് ഇതുപോലെ തന്നെ കാറിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു, ഞാനിത് നേരിട്ട് കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ള രീതിയിലായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്.
പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കൊണ്ടിങ്ങേറ്റ് ഏതൊരു സ്ഥലത്താണോ ബോഡി ഡംപ് ചെയ്തത് അങ്ങോട്ട് പോലീസുകാർ പോവുകയാണ് ബോഡി ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് 5 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ആ ഒരു ബോഡി പോലീസുകാർ കണ്ടെത്തിയത്. അതിനുശേഷം ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ 34ഓളം കുത്തുകളായിരുന്നു ആ ഒരു സ്ത്രീ ഏറ്റിട്ടുണ്ടായിരുന്നത്. കേസ് എന്തായാലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു കാമാക്ഷിയെക്കുറിച്ചും ഏറ്റവും പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിക്കുകയുണ്ടായി. കാമാക്ഷിക്ക് ഈ പ്രകാശിന് മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് ഒരു 5 വർഷം നീണ്ട ഒരു പ്രണയമായിരുന്നു. അതിനുശേഷം കല്യാണം കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചതായിരുന്നു. കല്യാണം കഴിക്കാവുന്ന ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തിയതാണ്. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കാമാക്ഷിയെ ചതിച്ചുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ കാമാക്ഷി ആകപ്പാടെ തകർന്നു പോവുകയാണ്. അതിനുശേഷം കാമാക്ഷിയുടെ പേരൻസ് വേറെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. എന്നാൽ തനിക്കിനി പെട്ടെന്നുകൊണ്ടൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്തു. പിന്നീട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിൽ അവർ ബൊട്ടീക്ക് തുടങ്ങുകയായിരുന്നു. അതും നല്ല സക്സസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ കാർ ഇതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്നതും ആ ഒരു വർക്ക്ഷോപ്പിൽ പോകുന്നതും അതുപോലെ തന്നെ പ്രകാശിനെ പരിചയപ്പെടുന്നതും. പിന്നീട് അവരുടെ ആ ഒരു എന്താ പറയുക മെക്കാനിക്കും അതുപോലെ തന്നെ കാറ് നന്നാക്കാൻ കൊണ്ടുവന്ന ഒരു ലേഡി എന്നുള്ളൊരു പരിചയത്തിൽ നിന്ന് മാറിയിട്ട് അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണ്. അതിനുശേഷം അതൊരു പ്രണയമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അത് അവസാനം ഇങ്ങനെയാവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.